എന്താണ് വന്നത്? ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത് ഞങ്ങൾ അറിഞ്ഞു. അമ്മാവനോ ഞാനോ അതിന് ഉത്തരവാദിയല്ല. ആരാണ് ഉത്തരവാദിയെന്ന് ഞാൻ ചോദിച്ചില്ല. ഡോക്ടറുടെ പേരിൽ കേസ് കൊടുക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഗവൺമെന്റ് കേസെടുത്താൽ കക്ഷി എഴുതണമെന്നും പറയുന്നു. ആയിക്കോളൂ. അമ്മാവൻ ഡോക്ടറെ വിട്ടൊന്നും ചെയ്യുകയില്ല. അമ്മാവനെ ഡോക്ടർ ഒന്ന് സഹായിക്കണം. രൂപ തരണമെന്നാണോ? മറ്റാരും വരാനാ? അമ്മാവന് ശരീരസുഖമില്ല, ചികിത്സയ്ക്ക് രൂപ വേണം, വീട്ടുകാരോ നടക്കണം. 2000 രൂപ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഞാനൊരു പൈസ തരികില്ല. എടാ, അവരെ രക്ഷപ്പെടുത്താന്ന് വിചാരിക്കുമ്പം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഇത് കൊലക്കേസാണ്. മരിച്ച പെണ്ണിന്റെ തന്തയുടെ മൊഴിയാണ് പ്രധാനം. വേറെ 2000 രൂപ വയ്ക്കുന്നുള്ളൂ. അത് തരാൻ മനസ്സില്ലെങ്കിലേ ഞങ്ങൾ ഡോക്ടർക്കെതിരെ മൊഴി കൊടുക്കും. ഒന്നേ ഞാൻ ഇപ്പൊ വരാം. ആ രൂപ ഞാൻ കൊടുത്തേക്കണം. അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് പണിക്കരമ്മാവ. എന്തുവാകട്ടെ, സർക്കാർ വരെ കുഞ്ഞിനെതിരായില്ലേ, ഇനി ആ പെണ്ണിന്റെ തന്ത കൂടെ എതിരായാലോ? അയാൾ ചോദിച്ച രൂപ ഞാൻ കൊടുത്തേക്കണം. ഞാൻ കൊടുക്കില്ല. കുഞ്ഞു കൊടുക്കണ്ട. ഞാൻ ഇന്ന് വരെ 1 രൂപ പോലും ശമ്പളം വാങ്ങിച്ചിട്ടില്ല. എനിക്കിപ്പോ 2000 രൂപ വേണം. ഇപ്പൊ 2000 രൂപ കൊടുത്ത 10 ദിവസം കഴിയും മുമ്പ് അയാൾ ഇനിയും വരും. അത് അപ്പൊ നോക്കിക്കോളാം. ഇപ്പൊ 2000 രൂപ കൊടുക്കണം. ജോലി പോയാലും വലുതല്ലേ രൂപ. പണിക്കരമ്മാവനാണ് പറയുന്നത്. കൊടുക്കണം. കൊടുക്കണം.